Hi friends, welcome to my YouTube channel H Media. 3D Max Beginner to Advanced ട്യൂട്ടോറിയൽസിൻ്റെ 50th ലെസനാണിത്. ഈ ഒരു ലെസണിലൂടെ ബ്ലെൻഡ് മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. വീറെ ബ്ലെൻഡ് മെറ്റീരിയൽ അതിൻ്റെ പേര് പോലെ തന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു ബ്ലെൻഡ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. വീറെ ബ്ലെൻഡ് മെറ്റീരിയൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു സീനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വാൾപേപ്പറിൽ ഡിഫറെൻറ്റ് ലീവ്സ് ഇവിടെ കാണാവുന്നതാണ്. ഈ ലീവ്സിൽ നിന്ന് നമ്മൾ റാൻഡമായി ലീവ് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ലീവ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ബ്ലെൻഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വാൾപേപ്പറിനായി ഈ ഒരു മെറ്റീരിയലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഗ്രീൻ ലീവ്സിന് പകരം ഇതിൽ ബ്രോൺസ് മെറ്റീരിയലാണ് ഈ ഒരു വീറെ ബ്ലെൻഡ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു വീറെ ബ്ലെൻഡ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം വീറെ ബ്ലെൻഡ് മെറ്റീരിയൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ ഒരു വീറെ ബ്ലെൻഡ് മെറ്റീരിയൽ ഇവിടെ ബേസ്, കോഡ്, ബ്ലെൻഡ് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വാൾപേപ്പർ ടെക്സ്ചർ ഈ ഒരു ബ്ലെൻഡ് മെറ്റീരിയലിൻ്റെ ബേസിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അടുത്തതായി ഈ ഒരു ബ്ലെൻഡ് മെറ്റീരിയലിലേക്ക് ബ്രോൺസ് മെറ്റീരിയലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഒരു ബ്രോൺസ് മെറ്റീരിയലിനെ നമ്മൾ കോട്ട് 1 എന്ന ഈ ഒരു സ്ലോട്ടിലേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രിവ്യൂ കാണുന്നതിനായി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഓപ്പൺ പ്രിവ്യൂ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ബ്ലെൻഡ് മെറ്റീരിയലിലേക്ക് ഈ ഒരു 2 മെറ്റീരിയൽ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ലീവ്സിൽ നിന്ന് ഏത് ലീവ്സിലേക്കാണ് നമ്മൾ ഈ ഒരു ബ്രോൺസ് മെറ്റീരിയൽ അസൈൻ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ലീവ്സിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രോൺസ് മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഒരു ലീവ്സിലേക്ക് മാത്രം ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ ഒരു ബ്ലെൻഡ് 1 എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇതിലേക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാപ്പിനെ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാപ്പ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇനി ഈ ഒരു മാപ്പിനെ ഞാൻ ഈ ഒരു ബ്ലെൻഡിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രിവ്യൂ ഇവിടെ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ബ്ലെൻഡ് മെറ്റീരിയലിൽ ഇതിന്റെ പ്രിവ്യൂ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ലീവ്സ് ഇപ്പോൾ ബ്രോൺസ് മെറ്റീരിയലായി ചേഞ്ച് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് ഈ ഒരു സീനിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു ബ്ലെൻഡ് മെറ്റീരിയലിന്റെ പ്രിവ്യൂ ഈ ഒരു വ്യൂ പോർട്ടിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. നമുക്കിത് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ലീവ്സ് ഇവിടെ ബ്രോൺസ് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഈ ഒരു ബ്ലെൻഡ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ ബ്ലെൻഡ് ചെയ്ത് നമുക്കൊരു മെറ്റീരിയലായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രോൺസ് മെറ്റീരിയലിന് പകരം വേറെ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബ്രോൺസിന് പകരം ഒരു ലൈറ്റ് മെറ്റീരിയൽ ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് മിറർ ആഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു മെറ്റീരിയലായി ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.